നേരത്തെ വിശ്വാസം എങ്ങനെയെങ്കിലും അഴിച്ചു വെക്കാൻ അവസരം കിട്ടിയാൽ, തരം കിട്ടിയാൽ മുഹമ്മദിനെയും കൂട്ടരെയും പൂട്ടണമെന്ന് കരുതിയിരിക്കുന്ന ഇവിടുത്തെ വിശ്വാസികളെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മുനാഫിക്ക് തരത്തിന് അതിൻ്റെ രൂപവും കാലവും അതിൻ്റെ ദേശവും ഒന്നും വ്യത്യസ്തമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാരിയംകുന്നത്തിനെതിരെയും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വാരിയംകുന്നനെയും ആലി മുസ്ലിയാരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അന്ന് വേറൊരു പണ്ഡിതവർഗം ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ അവരൊക്കെ ആരോടാണ് ഈ ചരിത്രം പറയുന്നത് നമ്മൾ ആലോചിക്കണം. ചരിത്രത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ച വൈദേശിക ആക്രമണങ്ങളോട്, അതല്ലെങ്കിൽ അധികാര ദുഷ്പ്രഭുത്വത്തോട് ചരിത്രത്തിൽ സന്ധിയില്ലാത്ത സമരം നടത്തിയ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നേരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു നിലപാടേ ഉണ്ടായിരുന്നിട്ടില്ല. ഇത് പറയുന്നത് വേറെ എവിടെ ഉള്ള ആളുകളല്ല കേട്ടോ, സംഘപരിവാറല്ല. ഇസ്ലാമിൻ്റെ നേരവകാശികളെന്ന് സ്വയം നിലക്ക് ക്ലെയിം ചെയ്യുന്ന അവകാശവാദമുള്ള ആളുകളാണ് പറയുന്നത്. അവർ പറയുന്നത് ചരിത്രത്തിൽ ദേശീയതയുടെ ചരിത്രത്തിലേക്ക് വേണമെങ്കിൽ വാരിയംകുന്നനെ കൊടുക്കാം, പക്ഷെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് വാരിയംകുന്നനെ ആവശ്യമില്ലാന്ന്. വാരിയംകുന്നനെ ഇസ്ലാമിലേക്ക് ചേർക്കാൻ അവരുടെ ആരുടെയും ആവശ്യമില്ല എന്ന് പറയാൻ മാത്രമാണ് തൽക്കാലം നമ്മൾ ഈ ചരിത്ര സന്ദർഭത്തെക്കുറിച്ച് തികഞ്ഞ മുൻവിധികളും അതിനേക്കാളേറെ തെറ്റിദ്ധാരണ പരത്തുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളും കൊണ്ടുപിടിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഒട്ടും ക്ഷമാപണ മനസ്ഥിതിയോടുകൂടിയല്ലാതെ ആ ചരിത്ര സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നുകൊണ്ട് തന്നെ അനുസ്മരിക്കാൻ തെരഞ്ഞെടുത്ത ഈ പ്രമേയം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. ജീവിതത്തിൽ വ്യത്യസ്തമായി തങ്ങളുടെ പോരാട്ടങ്ങൾ കൊണ്ട് വലിയ നിലയിൽ അടയാളപ്പെടുത്തലുകൾ സാധിച്ച മഹൽ വ്യക്തിത്വങ്ങൾ, ചരിത്രത്തിൽ അവർക്ക് നേർ തൊടുത്തുവിടപ്പെട്ട വലിയ ദുരാരോപണങ്ങൾ, ഈ ആരോപണങ്ങളെ ചെറുക്കുകയാണോ, അവക്ക് ഉത്തരം പറയുകയാണോ, അവരെ പ്രതിരോധിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സങ്കടകരമായ, അതല്ലെങ്കിൽ വളരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. മറിച്ച് പ്രതിരോധിക്കാനും അവർക്ക് വേണ്ടി മറുപടി പറയാനും അതല്ലെങ്കിൽ ക്ഷമാപണ മനസ്ഥിതിയോടുകൂടി പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുവാനുമല്ല, മറിച്ച് തങ്ങളുടെ ചരിത്രം തന്നെയാണിത് എന്ന് ഒരു കൂട്ടർ അവകാശപ്പെട്ടു കൊണ്ടുവരിക എന്നുള്ളത് ആ ചരിത്ര സന്ദർഭത്തോട് ചെയ്യുന്ന വലിയൊരു നീതിയാണ്. മലബാർ വിപ്ലവത്തെ സംബന്ധിച്ചോ, മലബാർ റിബല്യനെ സംബന്ധിച്ചോ ഏറ്റവും പുതിയ പ്രവണതയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഏതോ ചരിത്ര പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതി വെക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചരിത്രം അതിൻ്റെ സോഴ്സിൽ നിന്ന് പഠിച്ചെടുക്കാൻ, അത് പറഞ്ഞു കൊടുക്കാൻ, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ആ ചരിത്രത്തെ തേടി വിജ്ഞാന കുതുകികളായ ഒരു കൂട്ടം ആളുകൾ അതിനു പുറകെ തന്നെയുണ്ട് എന്നുള്ളത് ഇക്കഴിഞ്ഞ ദിവസം വാരിയംകുന്നൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ചിത്രം അനാവരണം ചെയ്യപ്പെട്ടൊരു സന്ദർഭം ആ നിലയിലുള്ള ഒരു പുതിയൊരു സന്തോഷം നിമിഷം കൂടി നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ആരാണ് നമ്മളുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരേണ്ടത്? ആരാണ് കേരളീയ സമൂഹ രൂപീകരണത്തിൽ മുസ്ലിം പങ്കിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടത്? ആരാണ് ഇവിടുത്തെ സോഷ്യൽ ഇംബാലൻസ് നിങ്ങൾ തെറ്റിച്ചോ തെറ്റിച്ചില്ലയോ എന്നുള്ള വാദപ്രതിവാദത്തിൽ മറുപടിയുമായി വരേണ്ടത്? ഇങ്ങനെയുള്ള നമ്മളെ കുഴക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ഇതിനൊക്കെ കൂടിയുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചരിത്ര സന്ദർഭങ്ങളെ ഓർത്തെടുക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ നൽകുന്നത് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ ചരിത്ര സന്ദർഭത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ ചരിത്ര സന്ദർഭത്തിൽ മാത്രം നമ്മൾ ആരെങ്കിലും അതിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ
ചിലപ്പോൾ ആ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയായി പോകാനും സാധ്യതയുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. കാരണം ഇസ്ലാമാകുന്ന വലിയൊരു ഊർജത്തിൽ നിന്ന് അതിൻ്റെ മഹാപ്രവാഹത്തെ അഴിച്ചുവിട്ടുകൊണ്ട് ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അതിൻ്റെ ഇസ്സത്തോടുകൂടി അതിൻ്റെ പ്രതിനിധാനം നിർവഹിച്ച വ്യത്യസ്തരായ പണ്ഡിതന്മാർ, വ്യത്യസ്തരായ പോരാളികൾ, വ്യത്യസ്തരായ നവോത്ഥാന നായകന്മാർ ചരിത്രത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ആ ചരിത്ര സന്ദർഭങ്ങളിൽ ഏറ്റവും മികവുറ്റതും എന്നാൽ ദുരാരോപണങ്ങളാൽ വളരെയേറെ ചെളിവാരി എറിയപ്പെട്ടതുമായൊരു സന്ദർഭത്തെ മനോഹരമായി അടയാളപ്പെടുത്താനുള്ളൊരു ശ്രമം എന്നുള്ള നിലയിലാണ് 21 ഓർമ്മകൾ പ്രസക്തമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ സന്ദർഭത്തെ പല രീതിയിൽ നോക്കിക്കാണാനാകും. ഈ സന്ദർഭത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ, കൊളോണിയൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ബ്രിട്ടീഷ് വിരുദ്ധമായ അതല്ലെങ്കിൽ കേവലം ഏതോ ഒരു കൂട്ടരുടെ തലതെറിച്ച മതഭ്രാന്തന്മാരുടെ ഒരു പോരാട്ടമെന്ന് ഇതിനെക്കുറിച്ചുള്ള ആഖ്യാനമുണ്ട്. ആ കൊളോണിയൽ നെറേറ്റീവാണോ നമ്മൾ നെഞ്ചേറ്റു വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ നമുക്കൊരു ഉത്തരമില്ല. നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊരു മറുചോദ്യമില്ല. നമ്മളത് തിരസ്കരിക്കുന്നവരും അതല്ലെങ്കിൽ അതിനെ കൈയൊഴിയുന്നവരുമാണ്. എന്നാൽ രണ്ടാമത് അതിനെക്കുറിച്ച് ഇതിൻ്റെ മതകീയ മുഖമാണ്. ഇതിൽ ഇസ്ലാമാകുന്ന ഉള്ളടക്കത്തെ അതിനെ നെഞ്ചേറ്റിക്കൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യത്തെയും വിമോചനത്തെയും ഉള്ളിലേറ്റാൻ കഴിവുള്ള അതല്ലെങ്കിൽ അതിൻ്റെ ആവിഷ്കാരം സാധ്യമാക്കിയ ഒരു ചരിത്ര സന്ദർഭമാണ് 21 എന്നുള്ള മറ്റൊരു വായനയുണ്ട്. എന്നല്ല കേവലമായ ഒരു കാർഷിക വിപ്ലവമായിരുന്നു അവിടെ നടന്നതെന്നും മതകീയമായ മാനങ്ങളൊന്നും അതിന് പ്രത്യേകമായി പതിച്ചു കൊടുക്കേണ്ടതില്ല എന്നുമുള്ള കാർഷിക അതല്ലെങ്കിൽ ഇടതുപക്ഷ വായനകൾ നമ്മുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ വാരിയങ്കുന്നനെയും അതുപോലെ തന്നെ ആലി മുസ്ലിയാരെയും മമ്പുറം തങ്ങളെയുമെല്ലാം വായിക്കുന്നവർക്ക് നിരപേക്ഷമായി മാത്രം ചരിത്രം വായിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്യാതറിങ്ങുകളിലൂടെ ഒരുമിച്ച് ചേരലുകളിലൂടെ ഇസ്ലാമിൻ്റെ പ്രോജ്വലമായ ഒരു മുഖത്തെ ഈ സന്ദർഭത്തിൽ വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം ഇസ്ലാമോഫോബിക്കായ നെറേറ്റീവുകൾ, വളരെ ദുരാരോപണങ്ങളും ദുഷ്ടലാക്ക് നിറഞ്ഞ കെട്ടഴിച്ച പ്രചരണങ്ങളുമെല്ലാം തുറന്നു നടക്കുന്ന സന്ദർഭത്തിൽ അവക്കെതിരെ നടത്തേണ്ടുന്ന ഏറ്റവും വലിയ പ്രതിരോധം ഇസ്ലാം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് എന്ന് തീർച്ചയായും ഈ ചരിത്ര സന്ദർഭത്തെ ഓർക്കുന്ന ഘട്ടത്തിൽ അടിവരയിട്ടുകൊണ്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു ചരിത്ര സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുല്ലിയാത്ത് ഇഖ്ബാലിൽ ഓർക്കുന്നുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തോട് സംസാരിക്കാനായി സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയാണ് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓൾഡ് ബോയ്സ് അസോസിയേഷൻ മീറ്റിങ്ങിൽ നിങ്ങൾ മുഖ്യപ്രഭാഷകനായി പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനോട് ആ നേരത്ത് അദ്ദേഹം ഉന്നയിച്ച ആവശ്യം. എന്നാൽ അനാരോഗ്യം കൊണ്ട് മറ്റു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഇഖ്ബാലിന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. മറിച്ച് അദ്ദേഹം തിരിച്ചൊരു കവിതയാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ വകയായി ചരിത്ര സന്ദർഭത്തിൽ അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അവിടെയുള്ള യുവാക്കളോട് നടത്തിയൊരു കവിത ചരിത്രത്തിൽ ഖിതാബെ നോജവാനാനെ മുസ്ലിം എന്ന പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖിതാബെ നോജവാനാനെ മുസ്ലിം എന്നുള്ളതിൻ്റെ അർത്ഥം മുസ്ലിം ചെറുപ്പത്തോട് എനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. മുസ്ലിം ചെറുപ്പത്തോട്, ആ ഹാളിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ആ കവിതയിലൂടെ പറഞ്ഞത് വളരെ നാം കുത്തിയിരുന്നാലോചിക്കേണ്ടുന്ന ചരിത്ര സന്ദർഭങ്ങളോട് നീതിപൂർവകമായി നമുക്കെങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് ഇനിയും 1000 തവണ നമ്മൾ ആലോചിക്കേണ്ടുന്ന വളരെ കനമുള്ള ആശയ തലങ്ങളെയാണ് ഇഖ്ബാൽ തൻ്റെ വരികളിലൂടെ പ്രതിനിധീകരിച്ചത്. ഇഖ്ബാൽ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: കബി ഏ നോജവാനെ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ. കബി ഏ നോജവാനെ മുസ്ലിം, എപ്പോഴെങ്കിലും എൻ്റെ മുസ്ലിം ചെറുപ്പമേ, തദബ്ബുർ ബി കിയാ തൂനെ, നീ കുത്തിയിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? वो क्या गर्दूदा तू जिसका है एक टूटा हुआ तारा,
ഗർദൂൻ എന്ന് പറഞ്ഞാൽ ഭ്രമണപഥമാണ്, ആകാശത്തിന്റെ ഗാലക്സിയാണ് ഉറുദു ഭാഷയിൽ ഗർദൂൻ എന്ന് പറയുന്നത്. ഏത് ഗർദൂനിലായിരുന്നു, ഏത് താരാപഥത്തിലായിരുന്നു, ഏത് ഗാലക്സിയിലായിരുന്നു നിന്റെ സ്ഥാനം? എക് ടൂട്ടാ ഹുവാ താര, ഇന്ന് നീ കിടക്കുന്നത് ഭൂമിയിൽ ചിന്നിച്ചെതറിയ നക്ഷത്രമായിട്ടാണ്. ഒരു സംശയവുമില്ല, പുതിയ കാലത്തെ യുവാക്കളൊക്കെ സ്റ്റാർസ് ആണ്. പുതിയ കാലത്തെ ചെറുപ്പം താരകങ്ങളാണ്, കഴിവുള്ളവരാണ്. വലിയ രീതിയിൽ അവരെക്കുറിച്ച് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നിലത്ത് വീണ് കിടക്കുന്ന താരകങ്ങളാണ്, നിലത്ത് വീണ് ചിന്നിച്ചെറിയ നക്ഷത്രങ്ങളാണ്. നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണ്? അത് ആകാശത്താണ്. ഇസ്ലാമാകുന്ന ആകാശത്ത് ഈ നക്ഷത്രങ്ങൾ ഉണ്ടായാൽ ആ നക്ഷത്രത്തിൻ്റെ വലുപ്പമൊന്നുണ്ടാകും, അതല്ലെങ്കിൽ അതിൻ്റെ ഗരിമയും മഹത്വവും എത്രമേൽ അടയാളപ്പെടുത്താനാകും എന്നുള്ളതാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ ഉത്കണ്ഠയായി ആ കവിതയിൽ ചേർത്ത് വെക്കുന്നത്. അതിനുശേഷം ചരിത്രത്തിൽ അവർ നിർവഹിച്ച, നിങ്ങളുടെ മുൻഗാമികൾ നിർവഹിച്ച, അവർ ആരായിരുന്നു അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. തുജെ ഉസ് ഖൗമിനെ പാലാ ഹേ ആഘോഷ മുഹബ്ബത്ത് മേ കുച്ചൽ താലാദ ജിസ്ക പാവ് മേ താജെ സരേദാര. ചരിത്രത്തിൽ ദാരയും സിക്കന്ദറും കിരീടം അഴിച്ചു വെക്കാൻ സമയമില്ലാത്ത രാജാക്കന്മാരുടെ അവരുടെ ചെങ്കോലും കിരീടവും തൻ്റെ കാൽ കീഴിൽ അത്രമേൽ നിസ്സാരരായി വെച്ച, ചരിത്രത്തിലെ മുടിചൂടാ മന്നന്മാരായി നിന്നിരുന്ന ഒരു മുൻകാലം, പ്രതാപമായ മുൻകാലം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നാണ് മുസ്ലിം ചെറുപ്പത്തോട് ചരിത്ര സന്ദർഭത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ചരിത്ര സന്ദർഭത്തോട് നീതി പുലർത്താൻ ഓർക്കുന്നുണ്ട്? അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവരെക്കുറിച്ചുള്ള പേർത്തും അവരുടെ ഓർമ്മകൾ അയവിറക്കുന്നുണ്ട്. ആ അയവിറക്കൽ കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നാണ്. കാരണം ഇക്ബാൽ അടുത്ത വരിയിൽ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അവരെക്കുറിച്ചും ആ ചരിത്ര സന്ദർഭത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ വോക്കിർദാർ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. തൂ ഗുഫ്താർ, നീ സംസാരിക്കുന്നവനാണ്. വോ കിർദാർ, അവൻ ചെയ്തു കാണിച്ചവനാണ്. തു സാബിത്ത്, നീ നിന്നിടത്ത് തന്നെ നിന്നു പോയവനാണ്. വോ സയ്യാറ, അവർ സഞ്ചരിച്ചു പോയവരാണ്. ചരിത്ര സന്ദർഭങ്ങളെ അടയാളപ്പെടുത്തുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ചരിത്ര സന്ദർഭത്തിൽ വളരെ മനോഹരമായി ഇസ്സത്താണ് 21 എന്ന് ഈ ഘട്ടത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അതിനോട് ചെയ്യേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും മിതമായ നീതി എന്ന് പറയുന്നത് നിന്നിടത്ത് നിന്നു പോകാതെ മുന്നോട്ട് പോയ ചരിത്ര സന്ദർഭങ്ങളിലെ പുരുഷന്മാരെ പുനരാവിഷ്കരിക്കുകയും അതിൻ്റെ തനിയാവർത്തനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചരിത്രം കുറേ പറഞ്ഞിരുന്നാൽ ബോറാകുന്നൊരു സംഗതിയാണ്. ചരിത്രം വളരെ മനോഹരമായ സംഗതിയാണ്. പക്ഷേ ചരിത്രം ഒരുപാട് പറഞ്ഞിരുന്നാൽ വളരെ ബോറാകുന്ന സംഗതിയുമാണ്. ചരിത്രത്തിൽ ഒരു സമൂഹം തന്നെ നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു കവിതയുണ്ട്. ബനൂ തഗ്ലബ് ഗോത്രം എന്ന് പറയുന്ന അറേബ്യയിലെ പ്രസിദ്ധമായൊരു ഗോത്രത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് അവർ സ്വന്തം കുലത്തിൻ്റെ മഹിമ പറഞ്ഞു മാത്രമാണ് നശിച്ചു പോയത് എന്നാണ്. എന്താണ് സ്വന്തം കുലത്തിൻ്റെ മഹിമയായി അവർ പറഞ്ഞത്? അറബി സാഹിത്യത്തിൽ വളരെ മഹത്തരമായി പറയപ്പെടുന്ന അൽ മുഅല്ലഖാത്തു സബ്, അറബി ഭാഷയിലെ 7 മുഅല്ലഖകളുണ്ട്, 7 മഹാകാവ്യങ്ങളുണ്ട്. 7 മഹാകാവ്യങ്ങളിൽ ഒരു കാവ്യം അമ്രുബ്നു കുൽസൂമിൻ്റെ സ്വന്തം വംശപരമ്പരയെക്കുറിച്ചുള്ള മധുഹും വാഴ്ത്തുപാട്ടലുകളും അതുപോലെ തന്നെ അപദാനങ്ങളും കീർത്തനങ്ങളും നിറഞ്ഞ മുഅല്ലഖയാണ്. പക്ഷേ ചരിത്ര സന്ദർഭത്തിൽ തഗ്ലബ് ഗോത്രം നശിച്ചുപോയി. അതിൻ്റെ കാരണമായി ചരിത്രകാരന്മാർ പറയുന്നത് അൽഹാ ബനി തഗ്ലബിൻ അൻകുല്ലി മക്രൂമത്തിൻ ഖസീദത്തുൻ ഖാലഹ അമ്രുബ്നു കുൽസൂമി. ബനൂ തഗ്ലബ് ഗോത്രം എന്നു മുതൽ നശിച്ചു എന്ന് ചോദിച്ചാൽ സ്വന്തം ഗോത്രത്തെക്കുറിച്ച് അതിൻ്റെ മഹിമ പറഞ്ഞ് അമ്രുബ്നു കുൽസൂം ആ കവിത എഴുതിയത് മുതൽ അവരുടെ നാശം തുടങ്ങി എന്നാണ്. കാരണം യുഫാഹിറൂന ബിഹാ മുദ്കാന അവ്വലുഹും യാലി റിജാലി ലിശഅരിൻ ഗൈരി മസ്ഊമി. പിന്നീട് വരുന്നവർക്ക് ആ ചരിത്രം വീണ്ടും വീണ്ടും പാടലും വീണ്ടും പറയലും അതിനെക്കുറിച്ചുള്ള മനസ്സിൽ അതിനെക്കുറിച്ചുള്ള വലിയ അഭിമാനങ്ങളും മാത്രമായി ചരിത്രത്തിൽ അവർ സ്തംഭിച്ചുപോയി എന്നാണ്. അതുകൊണ്ട് വാരിയങ്കുന്നത്തിനോടും ആലി മുസ്ലിയാരോടും മമ്പുറം തങ്ങളോടും ഇവരോട് ചെയ്യാനുള്ള നീതി എന്ന് പറയുന്നത്
പുനരാവിഷ്കരണത്തിൻ്റെ, തനിയാവർത്തനത്തിൻ്റെ, ചരിത്ര സന്ദർഭങ്ങളിൽ സ്തംഭിച്ചു പോകാത്ത യുവതലമുറയെക്കുറിച്ചുള്ള, അതല്ലെങ്കിൽ ഈ സന്ദേശത്തെ നമ്മളിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ള വലിയൊരു നീതിയാണ്. ഇക്ബാലിൻ്റെ വലിയ പരിദേവനം അതായിരുന്നു. ചരിത്രത്തിൽ വലിയ പരിദേവനം മുന്നോട്ട് വെച്ച, ചരിത്ര സന്ദർഭങ്ങളെ ഈ നിലയിൽ തന്നെ ആവിഷ്കരിച്ച വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട് ഇക്ബാലിന്. ഷിക്വ എന്നും ജവാബെ ഷിക്വ എന്നുമാണ് അതിൻ്റെ പേര്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. ഇക്ബാൽ ദീനിന് പുറത്തുപോയി, ഇക്ബാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തിനെതിരെ ഫത്വകൾ വന്നൊരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം ഷിക്വ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയ സന്ദർഭമായിരുന്നു അത്. ഷിക്വയുടെ പ്രമേയം, ആ കവിതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഒരു വിശ്വാസിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള വലിയ പരിദേവനങ്ങളാണ്, വലിയ സങ്കടഹരജിയാണ്. ദൈവത്തോട് പറയുന്നു, അള്ളാഹുവോട് പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം. അതാണ് പുതിയ കാലത്ത് പടച്ചവനോട് പറയണം എന്ത് ചെയ്യും, എന്ത് ചെയ്തിട്ടാണ്. പടച്ചവനോട് ആ നിലയിൽ തൻ്റെ ജീവിതകാലത്ത് കവിതയിലൂടെ സംസാരിച്ച, ആ നിലയിൽ ഒരു സംവാദം സാധ്യമാക്കിയ ഒരാളായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ മനോഹരമായൊരു ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് പറയുന്നത്, തെരേ കഅബേക്കോ സുജൂദോं से സജായ ഹംനെ, നിന്റെ കഅബയെ സുജൂദ് കൊണ്ട് അലങ്കരിച്ചത് ഞങ്ങളാണ്. തെരേ ഖുർആൻകോ സീനോ സെ ലഗായ ഹംനെ, നിന്റെ ഖുർആനിനെ ഹൃദയങ്ങളിലേറ്റിയത് ഞങ്ങളാണ്. സഫേ ദഹർ സെ ബാത്തിൽ കോ മിട്ടായ ഹംനെ, കാലത്തിൻ്റെ 7 പുസ്തകങ്ങളിൽ നിന്ന് ഞങ്ങൾ ബാത്തിലിനെ വെട്ടിമാറ്റിയവരാണ്. നൗവേ ഇൻസാനി കോ ഗുലാമി സെ ചുടായ ഹംനെ, ഈ മനുഷ്യകുലത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഞങ്ങളാണ്. ഫിർ ബി ഹംസെ ഗിലാഹെ ഹം വഫാദാർ നഹി, എന്നിട്ടും പടച്ചവനെ നിനക്ക് ഞങ്ങളോട് പരാതിയാണോ? ഹം വഫാദാർ നഹി, ഞങ്ങൾക്ക് കൂറില്ലാന്ന്, ഇസ്ലാമിനോട് സ്നേഹമില്ലാന്ന്. ഞങ്ങൾക്ക് ഇസ്ലാമിനോട് സ്നേഹമുണ്ട്. ഹം വഫാദാർ നഹി തോ തൂ ദിൽദാർ നഹി, ഞങ്ങൾക്ക് ഇസ്ലാമിനോട് കൂറില്ലെങ്കിൽ നീ ഹൃദയശൂന്യനാണ് നാം. പടച്ചവനോട് പറയുന്നത്. ഇക്ബാൽ ഇത് പറഞ്ഞതിന് ശേഷം ഇക്ബാലിനെതിരെ ഫത്വകളുടെ ബഹളമായിരുന്നു. ഇക്ബാൽ കാഫിറായി എന്നാണ്. ഇക്ബാൽ കവി ആയതുകൊണ്ട് കവിതക്കുള്ള മറുപടി പ്രസംഗത്തിലൂടെയല്ല പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കവിതയാണ് അതിന് രചിച്ചത്. ജവാബെ ഷിക്വ, പ്രതിവചനം. ദൈവത്തോടുള്ള ചോദ്യമാണ്, ദൈവത്തോടുള്ള സങ്കടഹരജയാണ് ഷിക്വയെങ്കിൽ ആ ഷിക്വയുടെ മറുപടിയായി ജവാബെ ഷിക്വ, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള കവിത എഴുതിയതും ഇക്ബാലാണ്. ഇക്ബാൽ ഇതിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. അതിൻ്റെ സീഗ മാത്രമേ മാറ്റിയുള്ളൂ. അതിലെ പദങ്ങൾ മാത്രം ആരാണോ പറയുന്നത് അവരുടെ ഡയറക്ഷൻ മാത്രമേ മാറ്റിയുള്ളൂ. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണും, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണും ഒക്കെ ആയിട്ട് മാത്രമേ മാറ്റിയുള്ളൂ. ചോദിച്ചത് ഇതാണ്, ജവാബെ ഷിക്വയിൽ പറഞ്ഞത് ഇതാണ്. സഫേ ദഹർ സെ ബാത്തിൽ കോ മിട്ടായ കിസ്നെ, കാലത്തിൻ്റെ ഏടുകളിൽ നിന്ന് ആരാണ്, ഞങ്ങളാണെന്നല്ലോ നിങ്ങൾ പറഞ്ഞത്, ആരാണ് ബാത്തിലിനെ ഇല്ലാതാക്കിയത്? നൗവേ ഇൻസാനി കോ ഗുലാമി സെ ചുടായ കിസ്നെ, ആരാണ് മനുഷ്യകുലത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്? മേരെ ഖുർആൻ കോ സീനോ സെ ലഗായ കിസ്നെ, എൻ്റെ ഖുർആനിനെ ഹൃദയങ്ങൾ കൊണ്ട് ഏറ്റെടുത്തത് ആരാണ്? മേരെ കഅബേ കോ സുജൂദോं से സജായ കിസ്നെ, എൻ്റെ കഅബയെ സുജൂദ് കൊണ്ട് അലങ്കരിച്ചത് ആരാണ്? ഥേ വോ ആബാഉ തുമാരേ ഹി മഗർ തും ക്യാ ഹോ, ഇതൊക്കെ നിങ്ങളാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഥേ വോ ആബാഉ തുമാരേ ഹി, ഇതൊക്കെ നിങ്ങളുടെ ബാപ്പമാരായിരുന്നു, നിങ്ങളുടെ ഉപ്പാപ്പമാരായിരുന്നു. മഗർ തും ക്യാ ഹോ, നിങ്ങളാരാണ്? അവരുടെ ചരിത്രം മാത്രം പറയുന്നവരോ? ഹാത്ത് പേ ഹാത്ത് തെരെ മുൻതസിറെ ഫർദാഹോ, കയ്യിന്മേൽ കൈ കെട്ടിയിട്ട് എന്തോ അത്ഭുതം വന്ന് സംഭവിക്കുമെന്ന് കാത്തിരിക്കുന്ന വിഡ്ഢികളോ? വോ മുഅസ്സസ് ദേ സമാനെ മേ മുസൽമാൻ ഹോക്കർ, അവർ മുസ്ലിങ്ങളായി ചരിത്രത്തിൽ ഇസ്സത്തുള്ളവരായി ജീവിച്ചവരായിരുന്നു. തും ഹാർ ഹുയേ താരിഖെ ഖുർആൻ ഹോക്കർ, ഖുർആനിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ വലിച്ചെറിഞ്ഞ് നിന്ദ്യരായി നിങ്ങൾ ഈ അടിമത്തത്തിൻ്റെ നുഖമേറ്റുവാങ്ങുകയാണ് നാം. ഇത് ഫിത്നയെക്കുറിച്ചുള്ള
ഇസ്ലാമിൻ്റെ സാമാന്യ നിരീക്ഷണമാണ്. ഫിത്നയെക്കുറിച്ച്, ഫിത്ന വന്നിറങ്ങുന്ന കാലത്തെക്കുറിച്ച് നമ്മളെക്കാൾ മനോഹരമായി വെളിപ്പെട്ട ഒരു സമൂഹമുണ്ടോ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു കാലത്തേക്കാൾ അതിൻ്റെ നേരിട്ടുള്ള ഛായാചിത്രം കണ്ടവർ കഴിഞ്ഞ തലമുറയിലുണ്ടാവുമോ? ഫിർഔനും ഹാമാനും കാറൂനും ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ ഒക്കെ പേര് പഠിച്ചാൽ മതി. അത്രമേൽ ബാത്തിലിനെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞൊരു കാലമാണ്. എന്താണ് ഖത്തബയ്യന റുഷ്ദു മിനൽ ഗൈ? റുഷ്ദും ഗയ്യും, സന്മാർഗവും ദുർമാർഗവും കൃത്യമായി വേർപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് ചരിത്ര സന്ദർഭത്തിൽ ശത്രുക്കൾ ശത്രുതയുമായി പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ടൊരു കാര്യമല്ല. ചരിത്ര സന്ദർഭത്തിൽ ഉഹുദും ബദറും വീണ്ടും വീണ്ടും ഓർക്കുന്നുവെങ്കിൽ അഹ്സാബിനെ കൂടുതൽ ഓർക്കാൻ വേണ്ടി നമുക്ക് സമയം തെരഞ്ഞുപിടിക്കേണ്ടുന്നൊരു സമയമാണ്. എല്ലാവരും എല്ലാ മറവിക്കും പൊറുക്കലിനും തയ്യാറാണ്. എല്ലാവരും ഒരുമിച്ച് കൂടാൻ തയ്യാറാണ്. ശത്രു ഇസ്ലാമാണെങ്കിൽ മാത്രം. എല്ലാവരും നീക്കുപോക്കുകൾക്കും മുന്നണി പോരുകൾക്കും ഒരുമിച്ചുള്ള മുന്നേറ്റങ്ങൾക്കും തയ്യാറാണ്. ശത്രു ഇസ്ലാമാണെങ്കിൽ മാത്രം. ചിലപ്പോൾ അത് ഹിന്ദുത്വയുടെ പേരിൽ, ചിലപ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, ചിലപ്പോൾ അത് ലിബറലിസത്തിൻ്റെ പേരിൽ, ചിലപ്പോൾ അത് മതനിരാസത്തിൻ്റെ പേരിൽ, മൂല്യനിരാസത്തിൻ്റെ പേരിൽ. ഇതൊക്കെ ഏറ്റവും അവസാനം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? സോഫ്റ്റ് ടാർഗറ്റ് അപ്പോൾ ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയക്കെതിരെയും ഹിന്ദുത്വക്കെതിരെയും ലിബറലിസത്തിനെതിരെയും എന്തൊക്കെ നവ നാസ്തികവാദത്തിനെതിരെയും ഒക്കെ നമ്മൾ നടത്തുന്ന ഈ ഊർജം നമ്മൾ സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ അഹ്സാബിനെ ഓർത്തുകൊണ്ടാണ്. എല്ലാവരും മുക്കൂട്ട് മുന്നണിയായി ഒരുമിച്ച് ചേരാൻ ഒരേ സന്ദർഭം. ചരിത്രം അങ്ങനെയാണ്. അഹ്സാബിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ചരിത്രത്തിൽ അവിടെ നിന്ന് പേർഷ്യൻ ഒത്താശകൾ, ഒരു ഭാഗത്തു നിന്ന് മക്ക മുശ്രിക്കുകൾ, അതുപോലെ തന്നെ നേരത്തെ സഖ്യകക്ഷികളായ ഇവിടുത്തെ നസാറാക്കളും ജൂതന്മാരും, പാളയത്തിൽ തന്നെ പട, നേരത്തെ വിശ്വാസം എങ്ങനെയെങ്കിലും അഴിച്ചു വെക്കാൻ അവസരം കിട്ടിയാൽ, തരം കിട്ടിയാൽ മുഹമ്മദിനെയും കൂട്ടരെയും പൂട്ടണമെന്ന് കരുതിയിരിക്കുന്ന ഇവിടുത്തെ വിശ്വാസികളെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മുനാഫിക്ക് തരത്തിന് അതിൻ്റെ രൂപവും കാലവും അതിൻ്റെ ദേശവും ഒന്നും വ്യത്യസ്തമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാരിയങ്കുന്നത്തിനെതിരെയും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വാരിയങ്കുന്നനെയും ആലി മുസ്ലിയാരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അന്ന് വേറൊരു പണ്ഡിതവർഗം ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ അവരൊക്കെ ആരോടാണ് ഈ ചരിത്രം പറയുന്നത് നമ്മൾ ആലോചിക്കണം. ചരിത്രത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ച വൈദേശിക ആക്രമണങ്ങളോട്, അതല്ലെങ്കിൽ അധികാര ദുഷ്പ്രഭുത്വത്തോട് ചരിത്രത്തിൽ സന്ധിയില്ലാത്ത സമരം നടത്തിയ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നേരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു നിലപാടേ ഉണ്ടായിരുന്നിട്ടില്ല. ഇത് പറയുന്നത് വേറെ എവിടെ ഉള്ള ആളുകളല്ല കേട്ടോ, സംഘപരിവാറല്ല. ഇസ്ലാമിൻ്റെ നേരവകാശികളെന്ന് സ്വയം നിലക്ക് ക്ലെയിം ചെയ്യുന്ന അവകാശവാദമുള്ള ആളുകളാണ് പറയുന്നത്. അവർ പറയുന്നത് ചരിത്രത്തിൽ ദേശീയതയുടെ ചരിത്രത്തിലേക്ക് വേണമെങ്കിൽ വാരിയങ്കുന്നനെ കൊടുക്കാം, പക്ഷെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് വാരിയങ്കുന്നനെ ആവശ്യമില്ലാന്ന്. വാരിയങ്കുന്നനെ ഇസ്ലാമിലേക്ക് ചേർക്കാൻ അവരുടെ ആരുടെയും ആവശ്യമില്ല എന്ന് പറയാൻ മാത്രമാണ് തൽക്കാലം നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കുന്നു, കഴിഞ്ഞ ദിവസം അനാവരണം ചെയ്യപ്പെട്ട ആ ചിത്രം ഒരിക്കലും ഒരുപക്ഷെ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമായ ഏക ഫോട്ടോ എന്നുള്ള നിലയിലാണ് അത് പ്രസക്തമാകുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെ ഫോട്ടോ ആയിട്ടാണ് അത് അനുമാനിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മീശരോമങ്ങൾ പറിക്കപ്പെട്ട് ചില ഭാഗങ്ങൾ വളരെ അംഗഭംഗം വരുത്തപ്പെട്ട് താടിരോമങ്ങൾ കത്രിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വലത് കവിൾത്തടം വീങ്ങിയ ഇടത് കണ്ണ്. ആ ചിത്രത്തെക്കുറിച്ചുള്ളൊരു അധ്യായമുണ്ട്. ആ ചിത്രത്തെക്കുറിച്ച് മാത്രം പറയുന്നൊരു അധ്യായം ആ പുസ്തകത്തിലുണ്ട്. വളരെ രസകരമായൊരു നിരീക്ഷണമാണതിൽ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ചിത്രം അതായിരുന്നില്ല ഒരുപക്ഷെ നമ്മൾ വാരിയങ്കുന്നനെ കുറിച്ച് കാണേണ്ട ചിത്രം. പക്ഷെ അപ്പോൾ പോലും ആ ചിത്രം പ്രസക്തമാകുന്നത് എത്ര തീക്ഷ്ണതയിലും, എത്ര ഭേദ്യം ചെയ്താലും, എത്ര മർദ്ദനമേറ്റാലും, എത്ര ക്രൂരതകൾക്കിരയായാലും, എത്ര ഉടുമുണ്ടും മേൽക്കുപ്പായവും അടിച്ചു വെച്ചാലും
കണ്ണിലെ തീക്ഷ്ണത നഷ്ടമാകാത്ത വാരിയങ്കുന്നനെ ചരിത്രം ആ നിലയിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചിത്രം നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ആ ഇസ്സത്തിനെ പുതിയ കാലത്ത് സംഘപരിവാറിനെതിരെ ഇത് വലിയ സന്ധിയില്ലാത്ത സമരമാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സോഫ്റ്റായിട്ട് നിന്ന് കൊടുത്താൽ അവരും സോഫ്റ്റായിട്ട് നിന്ന് തരാമെന്ന് പറയുന്നുണ്ട്. പണ്ട് പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും, നിങ്ങൾ ഞങ്ങളുടെ ദയാദാക്ഷിണ്യത്തിലാണ്, ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഞങ്ങൾ പറയണ പോലെ ഇവിടെ ജീവിച്ചോ. ഈ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും പോലെ ജീവിച്ചോ എന്ന സംഘപരിവാർ തിട്ടൂരത്തിനനുസരിച്ച് ജീവിച്ച് ഈ ദേശീയതയുടെ ഉള്ളടക്കത്തിൽ പാതിമുറിഞ്ഞൊരു ഇസ്ലാമുമായിട്ട് വാൽമുറിച്ചിട്ട പല്ലികളായിട്ട് ജീവിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഇസ്സത്താണ് 21 എന്ന പ്രമേയത്തിലൂടെ നമ്മൾ പേർത്തും പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചരിത്ര സന്ദർഭത്തെ കൂടുതൽ ഓർക്കുന്ന, ചരിത്രത്തിൽ അതിൻ്റെ തനിയാവർത്തനം തലമുറകളിലേക്ക് സാധ്യമാകുന്ന രീതിയിൽ അതിൻ്റെ വിളംബരം സാധ്യമാക്കുന്ന ഒരു പ്രക്രിയക്ക് ചരിത്രം കാതുകളിലൂടെ കൈമാറി ചരിത്രത്തെ താലോലിച്ച് വെച്ച് ആ ചരിത്രത്തെക്കുറിച്ച് വാരിയങ്കുന്നത്ത് ഹാജറ സ്വന്തം വെള്ളിപ്പായെക്കുറിച്ച് പറഞ്ഞതുപോലെ ആ കേട്ട ചരിത്രത്തെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, മസ്തിഷ്കങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൂടി. ചിലരിപ്പോൾ പുതിയ ഉപദേശമായിട്ട് വന്നിട്ട് മസ്തിഷ്കം കൊണ്ട് വിചാരം മാത്രം മതി, ഇങ്ങനെ ചരിത്രമായിട്ട് മനസ്സിലാക്കിയാൽ മതി, വികാരം വേണ്ടാന്ന്. മസ്തിഷ്കവും ഹൃദയവും വിപരീത പദങ്ങളല്ല എന്ന് മാത്രമാണ് തൽക്കാലം അവരോട് പറയാനുള്ളത്. ഇത് രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ കിടക്കുന്ന സാധനമൊന്നല്ല. അതുകൊണ്ട് സയ്യിദ് അബുൽ അല മൗദൂദി പറഞ്ഞൊരു വാക്ക് മാത്രമാണ് അവരോട് പറയാനുള്ളത്, മുജെ ഉൻ ലോഗോ സെ ഷൗഖ് ഹൈ. എനിക്ക് അക്കൂട്ടരോട് പ്രേമമാണ്. ആരോട്? ജിൻകാ ദിമാഗ് നയാ ഹോ ഓർ ദിൽ ഖദീം ഹോ, ദിൽ പുരാന ഹോ, ഹൃദയം പഴയതും മസ്തിഷ്കം പുതുതുമായ തലമുറയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ അല്ലാമ മൗദൂദിയുടെ, സയ്യിദ് മൗദൂദിയുടെ വാക്കുകൾ. പുതുതായ സംഗതികളെ തേടിപ്പിടിച്ചും പുതിയ ആഖ്യാനങ്ങൾക്ക് തുടക്കം കുറിച്ചും അതിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തും അതിലൂടെ പ്രതിഷേധങ്ങളുടെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങൾ സാധ്യമാക്കിയും നൂതനമായ ചിന്താരീതി വികസിപ്പിച്ചെടുക്കുന്നതോടൊപ്പം പഴയ ആ ഹൃദയം സൂക്ഷിക്കുക. ആ ഹൃദയത്തിൽ കൊളുത്തിവെച്ച ദിലേ മുസ്തഫ സോസെ സിദ്ദീഖ് ദേ, മുസ്തഫയോടുള്ള സ്നേഹവും സിദ്ദീഖിനോടുള്ള അടങ്ങാത്ത പ്രേമവും, രഹ്ഗയി റസ്മെ അദാ റൂഹെ ബിലാലിന രഹി, കൊടുക്കുന്ന ബാങ്കിൽ ബിലാലിനെ ഓർക്കാനുള്ള വല്ലാത്ത വ്യഗ്രതയും, ഫൽസഫ രഹ്ഗയ തൽക്കീന ഗസാലിന രഹി, കേവലമായ ഫിലോസഫിക്കപ്പുറം ഗസാലിയെ ഓർക്കുന്ന, ചരിത്ര സന്ദർഭങ്ങളിലെ മഹാപുരുഷന്മാരെ ഓർക്കുന്ന മഹാപ്രക്രിയക്ക് തുടക്കമിടാനും ഈ സബര്യക്ക് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, ദൈവത്തിന് സ്തുതി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.